ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങളെ കാണുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാൻ ദൈവം നിങ്ങളെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ലോകത്തിന്റെ പല ഭാഗത്തുള്ള പല വിഷയങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങുകൾ ആരും ശ്രദ്ധിക്കില്ല, മനുഷ്യരാരും, പക്ഷേ ഇത് ദൈവം ശ്രദ്ധിക്കും. ഈ മനുഷ്യരെപ്പോഴും നോക്കുന്നത് ആൾക്കാരുടെ വലിയ എത്ര പേരുണ്ട്, അവർ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, എത്ര സ്പീക്കർ ഉണ്ട്, ഇതൊക്കെ നോക്കി ഓരോരുത്തരും ചീഫ് ഗസ്റ്റ് ആരാണ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഓരോരുത്തർ മീറ്റിങ്ങുകളൊക്കെ കയറുന്നത്. പക്ഷേ ദൈവം നോക്കുന്നതൊന്നുമില്ല, എത്ര ഒരുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾ, തയ്യാറെടുപ്പുള്ള ഹൃദയം, ഇതൊക്കെയാണ്. സോ എന്തായാലും നിങ്ങളെ കാണുവാൻ ഒക്കെ ദൈവം ഒരു അവസരം എന്റെ ജീവിതത്തിൽ തന്നു. ദൈവത്തിന് ഞാൻ കൂടാനും കൂടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിന് കാരണമായ ഹാർവസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയുടെ നമ്മുടെ പ്രിയദാസൻ, ഒരു സഹോദരനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ആ ഒരു എന്താ പറയാ, ഒരു ഫോർമൽ വേ അല്ല, കാഷ്വലിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തെ, നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് ക്ലിന്റൺ എന്നാണ്, ക്ലിന്റൺ ജെ അന്ത്രയോസ് എന്നാണ് എന്റെ പേര്. നാട്ടിലെ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. എന്റെ വീട്ടില് ഇപ്പോ അപ്പൻ മരിച്ചുപോയി. അമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ 4 സഹോദരങ്ങളാണ്. ഇതില് 3 ആൺകുട്ടികളും ഒരു ചേച്ചിയുമാണ്. ഞാൻ ഏറ്റവും ഇളയതാണ്, 4ാമത്തത്. എനിക്ക് മുകളിലുള്ളത്, എന്റെ മുകളിലാണ് ഒന്നാമത്തെ ചേട്ടൻ, രണ്ടാമത്തെ ഇരട്ടകളാണ്, ഒരു ചേച്ചിയും ഒരു ചേട്ടനും. അടുത്താണ് ഞാൻ. ഞങ്ങൾ 4 പേരും കർത്താവിന്റെ വലയിൽ കർത്താവ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നാട്ടിൽ അമ്മയുണ്ട്, അമ്മയും ചേട്ടനും വൈഫും കുഞ്ഞും അവരിപ്പോ വീട്ടിൽ താമസിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ഒരു ചേട്ടനും ചേച്ചിയും ഒക്കെ മിഷൻ ഫീൽഡിലായിരുന്നു, അവരിപ്പോ നാട്ടിലുണ്ട്. വേറെ മൂത്ത ചേട്ടനും ചേച്ചിയും ജാർഖണ്ഡിലാണ്. ഞാൻ എന്റെ കുടുംബത്തെ പറ്റി പറയാം. മൂത്ത ചേട്ടന്റെ പേര് ബെൻ എന്നാണ്, ബെൻ ജെ അന്ത്രയോസ്. വൈഫ് ബ്ലസ്സി, അവർക്കൊരു കുഞ്ഞ് എമി എന്നാണ് പേര്. 5 വയസ്സായതേ ഉള്ളൂ. അവർ ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ മൂത്ത ചേട്ടൻ PhD കഴിഞ്ഞു. അപ്പോ PhD ചെയ്ത് ജാർഖണ്ഡിലെ സന്താളികളെ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നൊരു ടോപ്പിക്കിലായിരുന്നു. അത് കഴിഞ്ഞ് FMBB എന്ന് പറയുന്ന മിഷനോട് കൂടെ ചേർന്ന് ജാർഖണ്ഡിൽ മാത്രമല്ല, ജാർഖണ്ഡിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ FMBBയുടെ കുറെ സ്കൂളുകളുണ്ട്. അവിടെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. PhDയും അതോടുകൂടെ ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് PhD. അപ്പോൾ അതോട് കണക്റ്റഡ് ആയ വിഷയമാണ്. ചേച്ചി, പുള്ളിക്കാരന്റെ വൈഫ് MBBS MD ഡോക്ടറാണ്. അവര് മിഷണറി ഡോക്ടറാണ്. MD കഴിഞ്ഞിട്ട് നേരെ അവര് മിഷൻ ഫീൽഡിലേക്ക് മിഷണറി ആയിട്ട് അവർ പോയി വിദ്യാഭ്യാസത്തെ ദൈവത്തിനോട് ഉപയോഗിക്കാവുന്നൊരു തീരുമാനത്തോടു കൂടെ അവരിപ്പോൾ മിഷൻ ഫീൽഡിലായിരിക്കുന്നു. രണ്ടാമത്തത് ചേട്ടനാണ്, ഇരട്ടകളിൽ മൂത്തത് ചേട്ടനാണ്. ചേട്ടനും വൈഫും നാട്ടിലാണ്. അവര് അമ്മയുടെ കാര്യങ്ങൾ നോക്കുകയും അതുപോലെ തന്നെ നാട്ടിൽ തന്നെ 1-2 സഭകളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. ആ ചേട്ടൻ മെഡിക്കൽ റെപ്പാണ്, ചേച്ചി നഴ്സാണ്. അവർക്കൊരു കുഞ്ഞ് പെങ്കൊച്ചാണ്, 2-3 വയസ്സായതേ ഉള്ളൂ. അതിന്റെ കൂടെയുള്ള ചേച്ചിയും അളിയനും, ചേച്ചിയുടെ ഹസ്ബൻഡും, അവർക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. അവര് ഇപ്പൊ നാട്ടിലുണ്ട്. അവര് FMBBയുടെ തന്നെ നേരത്തെ ഗുജറാത്തിലായിരുന്നു, രാജസ്ഥാനിലായിരുന്നു, ആന്ധ്രയിലായിരുന്നു. ഇപ്പൊ ഒരു നാട്ടില് മറ്റൊരു CSIയിലോട്ട് അവർ ജോയിൻ ചെയ്തു. പിന്നെ വരുന്ന ഞാനാണ്. ഞാനിപ്പോ നാഗ്പൂരിലാണുള്ളത്. ഇതിനു മുൻപ് ജാർഖണ്ഡിൽ ഞാൻ വർക്ക് ചെയ്തു. ഇതാണ് എന്റെ ചെറിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഞാൻ എന്നെ പറ്റി പറയാം, എങ്ങനെയാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞതും എന്റെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെ ചെയ്തു എന്നും ഞാൻ ഇങ്ങോട്ട് വരുവാനും ഇടയായ സാഹചര്യവും എന്തുകൊണ്ട് ഞാൻ സുവിശേഷ വേല തിരഞ്ഞെടുത്തു. ഇതൊന്നും ഞാൻ പദ്ധതി പ്ലാൻ ചെയ്ത് ഞാൻ ചെയ്തതല്ല. ഞാൻ ഓപ്പൺലി പറയാം, എനിക്ക് ഹിന്ദിക്കാരും നോർത്ത് ഇന്ത്യൻസിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഹിന്ദി വെറുപ്പായത് കൊണ്ട് മാത്രം ഞാൻ +1 +2 ഞാൻ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തില്ല. ഭയങ്കര പാടാണ്. 5ാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക് ഹിന്ദി പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിറയെ അടി വാങ്ങിച്ചിട്ടുണ്ട്. കുറെ അധ്യാപകരുടെ അടിയും വഴക്കും ശകാരവും ഒക്കെ കേട്ട് ഹിന്ദി വെറുപ്പായത് കൊണ്ട് മാത്രം ഞാൻ ഹിന്ദിക്കാരെയും ഹിന്ദിയും ഭയങ്കര ബോറിംഗ് ഒരു ടോപ്പിക് ആയിരുന്നു ഹിന്ദി, നോർത്ത് ഇന്ത്യ. എന്നാൽ ദൈവം എന്റെ മനസ്സിനെ മാറ്റി. എവിടെ ഞാൻ വെറുത്തോ അത് തന്നെ ദൈവത്തിന് എന്താ പറയുക എനിക്കറിയില്ല. ദൈവം ഹിന്ദിക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, ഹിന്ദി ലാംഗ്വേജ് നോർത്ത് ഇന്ത്യ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം എന്റെ മനസ്സിനെ മാറ്റി എന്നോണം പറയാൻ. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അതൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ പറയാം. എന്റെ ഭാഷ ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ മലയാളത്തിലുള്ള 1-2 ചില ഉപയോഗിക്കാത്ത പദങ്ങളൊന്നും എനിക്ക് വായിൽ വന്നെന്ന് വരില്ല. കുറച്ച് വർഷമായി ഇവിടെ സംസാരിക്കാൻ മലയാളികൾ കുറവാണ്. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വാക്കുകൾ വളരെ ഫ്ലുവന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞ് എന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാം. ചിലപ്പോൾ വല്ല വാക്കുകൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ആവും. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. എന്റെ അമ്മ, അപ്പൻ വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 14 വർഷം അവർക്ക് മക്കളില്ലായിരുന്നു.
അപ്പോൾ അവരുടെ അടുത്തൊരു തീരുമാനമാണ്, ഞങ്ങൾ കർത്താവെ അങ്ങ് ഞങ്ങൾക്കൊരു ഒരു മകനെ തന്നാൽ അല്ലെങ്കിൽ മകളെ തന്നാൽ കുഞ്ഞുങ്ങളെ തന്നാൽ ഞങ്ങൾ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി അയക്കാം. ആ സമയത്ത് വിവാഹം കഴിഞ്ഞ് ഇടുക്കിയിലായിരുന്നു, ഇടുക്കിയിൽ പീരിമേഡിലായിരുന്നു അമ്മയ്ക്ക് ജോലിയായിരുന്നത്. കോടതിയിൽ ടൈപ്പിസ്റ്റ് ആയിരുന്നു, ഗവൺമെന്റ് സെർവന്റ് ആയിരുന്നു. അപ്പൻ ആർമിയിലായിരുന്നു. ആർമിയിൽ പോയി അവിടെ യുദ്ധത്തിന്റെ എന്തൊക്കെ ഇഷ്യൂസ് കാരണം വെരിഫിക്കേഷന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ആർമിയിൽ നിന്ന്. അതിനുശേഷം നാട്ടിൽ വന്നു. പോലീസിൽ ജോയിൻ ചെയ്യേണ്ടുന്ന ദിവസത്തിന്റെ തലേ ദിവസം കൃഷിയിടത്തില് വാഴ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ സ്വന്തം കൈ വെച്ച് തന്നെ സ്വന്തം കയ്യിൽ എന്തോ സംതിങ് ഒരു വാഴ വെട്ടിയപ്പോ അത് ഒടിഞ്ഞു തൂങ്ങി. താഴെ നിന്ന് മുമ്പോട്ട് ഒട്ടിയപ്പോൾ ഈ കൈയും കൂടെ വിരലൂടെ അറ്റുപോയി. അപ്പൊ അതുകൊണ്ട് അത് ഡിസ്ക്വാളിഫൈ ആയി. അതിനുശേഷം നാട്ടിൽ പിന്നെയും ഗൾഫിൽ പോയി കോഴി ഫാമിലൊക്കെ നിന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ദൈവം അപ്പനെയും അമ്മയും തമ്മിൽ ചേർത്തത്. അതിനുശേഷം മക്കളില്ലാത്തൊരു സമയത്ത് അവിടെ ഒരു ഡോക്ടർ സിസ്റ്റർ റോസ്ലിൻ കൊളാക്കോ എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് ഡോക്ടറുമാണ്. അവരാണ് അവരെ അപ്പനും അമ്മയും ചികിത്സിച്ചത്. അവരിപ്പോഴും ഉണ്ട്. അവർ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ മീറ്റ് ചെയ്തു. അപ്പൊ ലൂർദിലായിരുന്നു അവര്. നല്ല പോലെ ആ കാലത്ത് അവർക്ക് കിട്ടാവുന്ന സാഹചര്യത്തിൽ അവർ നല്ല ചികിത്സകളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, മിസ്റ്റർ അന്ത്രയോസ്, ഇനി ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ മുൻപോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു. അന്ന് രാത്രി അവർ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു. അതിനുശേഷം ദൈവം 4 മക്കളെ നൽകി അനുഗ്രഹിച്ചു. 4 മക്കളും ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം അവർ തന്നത് ബൈബിളും പാട്ടുപുസ്തകവും. എന്നും പള്ളിയിൽ പറഞ്ഞു വിടും. എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോയേ പറ്റൂ. നേരത്തെ പോവും, സെക്കൻഡ് ബെൽ അടിക്കുന്നതിന് മുൻപേ പോവും. അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് അത് ഇതുവരെ അതിന് ശേഷം കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മറ്റു ഒരു സ്ഥലങ്ങളിൽ നിന്നും ആത്മീയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അത്രത്തോളം എന്താ പറയുക, മിഷൻ ഫീൽഡിൽ നിന്ന് പോലും മിഷൻ ഓർഗനൈസേഷനിൽ നിന്ന് പോലും ഇത്രത്തോളം ആത്മീയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടില്ല. കാരണം മിഷൻ ഓർഗനൈസേഷൻസ് മിഷന്റെ പിറകെ ഓടുമ്പോൾ അപ്പനും അമ്മയും ഞങ്ങളെ ഓടിച്ചത് ദൈവത്തിന്റെ പിറകെ ഓടാൻ. മിഷനും ദൈവവും അത് രണ്ടാണ്. ഒന്ന് സുവിശേഷ വേല, ഒന്ന് കർത്താവിന്റെ കർത്താവായിട്ടുള്ള ബന്ധം വേറെ ഒന്നാണ്. സുവിശേഷ വേലയിൽ നിൽക്കുമ്പോൾ സുവിശേഷ വേല ആ ഓർഗനൈസേഷന്റെ പിറകിൽ ഓടുക. അതുകൊണ്ട് തന്നെ പാരന്റ്സ് തന്നെയാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു എന്ന് പറയുന്നത്. അപ്പൻ ഇപ്പോഴില്ല, കോവിഡ് സമയത്ത് മരിച്ചുപോയി. കർത്താവിൽ അദ്ദേഹം പ്രേമചെടുത്ത് തന്നെ കർത്താവ് അദ്ദേഹത്തെ ചേർത്തുകൊണ്ട്, അതും ഒരു അസൂയവാഹമായ ഒരു മരണമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു നൽകി. അതിനുശേഷം ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഇങ്ങനെ ആംബുലൻസിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴിയിൽ സ്ട്രക്ചറിൽ വെച്ച് 2 കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് എന്നെ വിളിക്കുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷം കൈകളെ പതിയെ താഴ്ത്തി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ഒരു നല്ലൊരു പ്രത്യാശയുള്ള മരണം. ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവുക. പലപ്പോഴും ഞാൻ അപ്പന്റെ കാര്യത്തിൽ അസൂയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മരണം. അത് മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകണം. അത് കാരണം ഞാൻ മിഷൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവ്, എൻ്റെ അപ്പൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. വീട്ടിൽ എന്നെയാണ് ഏറ്റവും ഇഷ്ടം, ഇളയ മകനായതുകൊണ്ട് തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്കൊരു സ്പെഷ്യൽ ഒരു കൺസേൺ ഉണ്ട്, എപ്പോഴും എന്നെ വിളിക്കുന്ന കാര്യമൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ, അപ്പനെ അമ്മയും പിരിഞ്ഞിരിക്കുക കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, എങ്കിലും അങ്ങ് എന്നെ അയച്ചതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവരുടെ മരണസമയത്ത് എനിക്ക് അവരുടെ കൂടെ ഇരിക്കണം എന്ന ആഗ്രഹം ഞാൻ പറഞ്ഞു. എന്നാൽ മരണസമയത്ത് ഞാൻ അവരുടെ കൂടെ അല്ലായിരുന്നു, ഞാൻ മിഷൻ ഫീൽഡിലായിരുന്നു. മരിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പക്ഷെ അപ്പന്റെ മരണ വാർത്ത എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനില്ലെങ്കിൽ എന്റെ യേശുവിന്റെ ശബ്ദം കേട്ടിട്ട് അദ്ദേഹം പോയത്. യേശു വിളിക്കുന്ന ശബ്ദം കേട്ട് അതിനുശേഷം എന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ ചേട്ടൻ കേട്ടു. പറയിൽ ചേട്ടൻ നിൽക്കുകയായിരുന്നു. അവൻ ആ സ്ട്രെച്ചറിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കോവിഡ് സമയമായതുകൊണ്ട് അവിടെ സെക്യൂരിറ്റീസോ അതുപോലെ തന്നെ നഴ്സസോ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എല്ലാം മെഡിക്കൽ റെപ്പായിരുന്നു എന്റെ ചേട്ടൻ. അപ്പൊ അവന് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ചാൽ മരണം നടക്കുന്നത്. സോ എല്ലാ കാര്യങ്ങളും അവിടെയും കുറെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ആ സമയത്ത് ഏകദേശം 40ഓളം ഡോക്ടേഴ്സിനെ പിരിച്ചുവിട്ട സമയം അവിടെ കോവിഡ് ആയിട്ട്. അപ്പോൾ ആരെങ്കിലും മരിച്ച് അതിനെ മൃതശരീരം ബേൺ ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്തതിനു ശേഷം വീട്ടിൽ അറിയിക്കുന്നത് ഇദ്ദേഹം മരിച്ചുപോയി. എന്നാൽ മൃതശരീരം പോലും കിട്ടാത്തൊരു സമയമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ആ സമയത്ത് ദൈവം അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ മാറ്റി വേറൊരു ഹെൽത്ത് ഇൻസ്പെക്ടറിനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മൃതശരീരമൊക്കെ കിട്ടി. ആ സമയത്ത് വീട്ടിൽ 100 മീറ്റർ അപ്പുറത്തായിരിക്കണം മൃതശരീരം അടക്കം ചെയ്യേണ്ടത്. ഞങ്ങളുടെ വീട്ടു വളപ്പിൽ തന്നെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ദൈവം മരണസമയത്ത് മനസ്സിനെ തണുപ്പിക്കുന്ന കാര്യങ്ങൾ, മീൻസ് ആ സമയത്ത് സിസ്റ്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ദൈവം കുറെ അത്ഭുതങ്ങൾ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഒരു ഇത്. ഇനി ഞാൻ ചെറുപ്പം മുതൽ എങ്ങനെയാണ് കർത്താവ് എന്നെ ഉപയോഗിച്ചത്. ഞാൻ കർത്താവിനെ തേടിപ്പോയതല്ല. ഞാനൊരു CSA ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. കർത്താവിനെ അറിഞ്ഞത് ഞാൻ കർത്താവിനെ പരീക്ഷിച്ചത്. കർത്താവിനെ പരീക്ഷിച്ച് കർത്താവാണ്
എന്നൊരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ കർത്താവിനെ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് എൻ്റെ അപ്പൻ ഒരു പ്രാസംഗികനാണ്. പള്ളി പ്രാസംഗികനല്ല, വീടുകളിൽ പോയി പ്രാർത്ഥിക്കും. അന്ത്രയോസ് അന്ത്രയോസ് പ്രസംഗികരെന്ന് എല്ലാവരും വിളിക്കുന്ന പ്രസംഗികർ. എവിടെയെങ്കിലും പോയി മൈക്കിന്റെ ആവശ്യമില്ല, ഉറക്കെ നല്ലപോലെ ഒച്ചത്തിൽ കിടന്ന് കാറി കാറി എന്നൊക്കെ പറയും, ഞങ്ങൾ തിരുവനന്തപുരം കാറി കിടന്ന് പ്രസംഗിക്കും. അതുകൊണ്ട് എത്ര പേര് വന്നാലും മൈക്കിന്റെയോ സ്പീക്കറിന്റെ ഒന്നും ആവശ്യമില്ല. തൊണ്ട കീറുന്ന പോലെ അദ്ദേഹം പ്രസംഗിക്കും. അപ്പൊ ഞാനും ചെറുപ്പത്തിൽ എൻ്റെ അപ്പന്റെ കൂടെ രാത്രി ഹൗസ് വിസിറ്റിംഗ് നടന്ന രാത്രി വൈകുന്നേരമൊക്കെ അപ്പന്റെ കൂടെ പോയാൽ നല്ല സ്നാക്സ് കിട്ടും, നല്ല ചായയും കിട്ടും. വീട്ടിൽ ചായ ഉണ്ട്, പക്ഷെ സ്നാക്സ് വാങ്ങാറില്ല. ചായയും ആൾമോസ്റ്റ് ദിവസം ചായ കിട്ടും, പക്ഷെ പലഹാരങ്ങളൊന്നും വാങ്ങിക്കാറില്ല. അപ്പൊ അപ്പന്റെ കൂടെ ഇവിടെ പോയതിൽ മിച്ചറ്, ചിപ്സ്, അതുപോലുള്ള കുറെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. വീട്ടിൽ ഇതൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രം അപ്പന്റെ കൂടെ എല്ലാ മീറ്റിങ്ങുകൾക്കും പോകും, എല്ലായിടത്തും പോകും. അത് തന്നെ അപ്പന്റെ കൂടെ പോയി ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് വഴക്ക് പറയില്ല. അപ്പോൾ ഹോംവർക്കും ചെയ്യേണ്ട, ജസ്റ്റ് എല്ലായിടത്തും പോകുന്നിടത്ത് എല്ലാവരും പ്രസംഗിയുടെ മോനെന്ന ഒരു കൺസേണും ഉണ്ട്. അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ ആ സമയത്തൊക്കെ കർത്താവിന്റെ ദൈവം എൻ്റെ അപ്പനിലൂടെ നൽകിയ മെസ്സേജുകൾ എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. എന്നാൽ കുറെ യൗവനകാലമൊക്കെ ആയപ്പോൾ അതൊക്കെ മാഞ്ഞുപോയി, അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാപത്തിലോട്ടൊന്നും പോകാൻ ദൈവം എന്നെ അനുവദിക്കാത്തതാണ്. ഞാൻ അങ്ങനെ വലിയ പാപിയൊന്നുമില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ സ്റ്റേജിൽ കയറി ഞാൻ പാപിയാണ്, ദോഷിയാണ്, മദ്യപാനിയാണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവം എനിക്ക് പറയാൻ ഒരു പാവമില്ലല്ലോ, ഞാൻ പാപം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എന്റെ സാക്ഷ്യം കേൾക്കൂ. സാധാരണ അധികം പാപം ചെയ്തവരുടെ സാക്ഷ്യം കേൾക്കാൻ ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ എനിക്ക് പറയുന്നതല്ലോ ദൈവമേ, ഞാൻ പാപം ചെയ്തിട്ടില്ലല്ലോ ദൈവമേ, ഞാൻ മദ്യവെച്ചിട്ടില്ല, ഞാൻ പുകവലിച്ചിട്ടില്ല, ഞാൻ വേണ്ടാത്ത വഴികൾ നടന്നിട്ടില്ല ദൈവമേ, ഞാനിനി ഒരിടത്ത് പോയാൽ ആൾക്കാരെ വിശ്വസിക്കുമോ ഞാൻ പാപി അല്ലാതെ സുശേഷം വന്നതുകൊണ്ട്? അങ്ങനെ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ദൈവം വളരെ മനോഹരമായിട്ട് എന്നെ മാറ്റിയത്. കാരണം ദൈവത്തിന് അറിയാം ഇവനെ പാപത്തിൽ വിട്ടാൽ ഇവൻ പോവും, കൈവിട്ടു പോവും. അതുകൊണ്ട് ദൈവം ആ സാഹചര്യങ്ങളെ എന്നിൽ നിന്ന് അകറ്റിയത്. അല്ലാതെ എന്റെ കഴിവ് കൊണ്ടല്ല ഞാൻ മദ്യപിക്കാതിരുന്നത്, എനിക്ക് പേടിയായതുകൊണ്ട്. ഞാൻ പേടിത്തൊണ്ടല്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും എന്താ പറയാ അറിവില്ലാതിരുന്ന വ്യക്തിയായിരുന്നു. മദ്യം അങ്ങനെ സാധനമുണ്ട്, അങ്ങനെ ദൈവമായിട്ട് തന്നെ എന്നെ ഒരു സേഫ് സോണിനകത്ത് നിർത്തിയിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ കൃപ മുഖാന്തരം മാത്രം ഞാൻ പാപങ്ങളൊന്നും ചെയ്യാൻ എന്റെ ദൈവം സമ്മതിച്ചില്ല. എങ്കിലും എന്റെ ജീവിതത്തിൽ നാട്ടിലുള്ള കൊച്ചു ചെറിയ അപ്പൂപ്പന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിക്കുക, 2 രൂപ 3 രൂപ മോഷ്ടിക്കുക, വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുസൃതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ദൈവം എന്താ പറയുക എന്നെ അടച്ച് സംരക്ഷിച്ചത് പാപത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി. ചില ആൾക്കാരെ ദൈവം പാപത്തിൽ വിട്ടുകൊടുത്ത് അത് ദൈവം ഓരോരുത്തരെ എന്താ പറയുക വിശുദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്ന പ്രോസസ്സ് വെറുതെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം പാപത്തിൽ വിട്ടില്ല, ഞാൻ പാപിയാണെന്ന് പറഞ്ഞാലും ആരും എന്താ പറയുക സ്വയം കുറച്ച് കാണണ്ട. നിങ്ങളെ പറ്റിയുള്ള ദൈവിക പദ്ധതി വേറെ ആയിരിക്കും. അത് പ്രായഭേദമന്യേ ദൈവം എല്ലാവരെയും ഉപയോഗിക്കും. അയ്യോ, ഞാൻ 60 വയസ്സായ ദൈവത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ദൈവം എല്ലാവർക്കും എല്ലാ സമയത്തും ഓരോ മിഷൻസ് നൽകിയിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം, ചർച്ചിലായിരിക്കാം, എവിടെ ആയിക്കൊണ്ടുപോട്ടെ കർത്താവിന് നമ്മെ പറ്റി ഒരു വലിയൊരു പദ്ധതിയുണ്ട്. സോ ആ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് നാം ആ വേല ചെയ്യുക. ഒരുപക്ഷെ സ്റ്റേജിൽ മൈക്കെടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റിയെന്നവരില്ല, ഒരുപക്ഷെ കയ്യിൽ തരുന്ന ചൂലായിരിക്കും. അത് മിനിസ്ട്രിയാണ്. ആരും ആഗ്രഹിക്കാതാണ്, സ്വർഗം കാണുന്ന ഒരു മിനിസ്ട്രിയാണ്. സോ നമുക്ക് താഴോട്ട് വരാം. അപ്പോ 4 മക്കളെ കിട്ടി. 4 മക്കളെയും കൊണ്ടുപോയി പള്ളിയെ കൊണ്ടുപോയി ഡെഡിക്കേറ്റ് ചെയ്തു. ഞങ്ങൾ ഇവരെ സുശേഷയിലേക്ക് അയക്കാമെന്ന്, അല്ല കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ 4 മക്കളെയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓപ്പൺ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പനും അമ്മയും പറഞ്ഞ ഒരു അനുഭവമാണ്. അപ്പൊ എല്ലാവരും ഇവര് മടിയൻ, എടാ നിനക്ക് ഇത്രയും വർഷമായിട്ട് മക്കളില്ലായിരുന്നു, നിനക്ക് 4 മക്കളെ കിട്ടിയില്ലേ, നീ 3 മക്കളെ ദൈവത്തിന് കൊടുത്തിട്ട് ഒരു മകനെങ്കിലും അല്ലെങ്കിൽ ഒരു മകളെങ്കിലും നിന്റെ കൂടെ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞപ്പോ ഇല്ല ഞങ്ങൾക്ക് ദൈവം 4 മക്കളെ തന്നെ. ഇവരില്ലായിരുന്നു ഞങ്ങൾ എന്താ ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഡെഡിക്കേറ്റ് ആരും കാണൂല, പക്ഷെ ദൈവം തന്നത് കൊണ്ട് 4 മക്കളെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കണേ, അപ്പനമ്മ എടുക്കുന്ന തീരുമാനങ്ങൾ, മക്കളുടെ പെർമിഷൻ അല്ലാതെ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം അത് എഴുതി വെക്കും. നമ്മൾ പലപ്പോഴും ഞാൻ അതിനുശേഷം വളർന്നതിന് ശേഷം അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, നിങ്ങളെ സുശേഷയിലേക്ക് നേർന്നത്, നിങ്ങളെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റ് ആവുമായിരുന്നു. നിങ്ങൾക്ക് വേറെ പണിയില്ല, എനിക്ക് വല്ല ജോലിയും ചെയ്ത് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണം, നിങ്ങളെപ്പോലെ ഇവിടെ സുശേഷവല്ലയും ചെയ്ത് കണ്ട വീടുകളിൽ പോയി കിട്ടുന്ന പൈസയ്ക്ക് ജീവിക്കാൻ അരിയുമായി ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ എന്നെ കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തത്? ഈ ഡയലോഗ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് അപ്പൻ്റെ അമ്മയുടെ വായി അടച്ച്
ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് പറയുകയാണ്, അപ്പനും അമ്മയും എടുക്കുന്ന തീരുമാനങ്ങൾ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം കുറിച്ച് വെച്ചിരിക്കും. അത് സമയമാകുമ്പോൾ ദൈവം എവിടെയെങ്കിലും കൂടെ അത് നിങ്ങൾ അതിനു വേണ്ടി മക്കളെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രമേ, ദൈവമേ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, അങ്ങനെ മുൻപിൽ ആ തീരുമാനം എടുത്തത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ അങ്ങയെ കൊണ്ട് കഴിയും, ഞാൻ അങ്ങയുടെ കരങ്ങൾ തന്ന് കഴിഞ്ഞത് അങ്ങ് എടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ പ്രാർത്ഥനയുമാണ്, നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന് ദൈവത്തിനെ ജസ്റ്റ് പ്രോത്സാഹിപ്പിക്കുക. ദൈവമേ ചെയ്യണേ ചെയ്യണേ ചെയ്യണേ, ദൈവിക കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, എടാ നീ പാപം ചെയ്യരുത്, എടാ ടി വി കാണാൻ പോകരുത്. എനിക്ക് എൻ്റെ വീട്ടിൽ ടി വി ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. ഞാനിപ്പോൾ ഇവിടെ മിഷൻ ഫീൽഡിൽ നിൽക്കുകയാണ്, ഇവിടെ എനിക്ക് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. നാട്ടിൽ ഏകദേശം എനിക്കിപ്പോൾ 30-31 വയസ്സായി. ഇത്ര വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ടി വി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടി വി കാണാൻ ഭയങ്കര ഇഷ്ടം. ഇല്ലാത്ത കാര്യങ്ങളുടെ പിറകെ ഒരു മനുഷ്യന് എപ്പോഴും ഇഷ്ടമുണ്ട്. ഒരു സാധനം ഇല്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ ആ സാധനത്തിന്റെ മേലൊരു ആക്രാന്തം കാണും. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇല്ലെന്ന് വിചാരിച്ചു, മൊബൈൽ ഫോൺ വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ പിന്നെ അതിന്റെ ക്രേസ് അങ്ങ് പോകും. അതുപോലെ എൻ്റെ വീട്ടിൽ ടി വി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടി വി കാണാൻ വേണ്ടി റോഡ് സൈഡിലൊക്കെ പോയി നിൽക്കും. അപ്പൊ പ്രാസിംഗ് എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കളിയാക്കിട്ട് അതിനൊക്കെ ഒരു പണിയില്ല, എൻ്റെ അപ്പൻ്റെ പേര് കളയാൻ വേണ്ടിയൊക്കെ എന്നൊക്കെ പറയും. അപ്പൊ എനിക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പലപ്പോഴും പലരുടെ മുൻപിലും അപ്പൻ്റെ പേരൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. കാരണം അപ്പൻ രാത്രി വരും. കാരണം അന്ന് ഒരു സിനിമ തീരുന്നത് 10 മണിക്ക് രാത്രി. അത്രയും നേരം രാത്രി റോഡ് സൈഡിൽ പോയി നിൽക്കും. കാരണം അപ്പോഴേ ബസ് സ്റ്റാൻഡിലൊക്കെ ഓരോ വലിയ വലിയ ടി വികൾ കാണും. ആ സമയത്ത് അപ്പൻ കമ്പും കൊണ്ടുവരും, തടിയും കൊണ്ടുവരും. കമ്പല്ല, തടി കൊണ്ടുവന്ന് ഞാൻ അടിക്കുന്നത്. എന്നാലും അടി കൊണ്ടിട്ട് അടുത്ത ദിവസം പിന്നെ അതേ സ്ഥലത്ത് പോയി നിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ, കുഞ്ഞല്ല, കൺമോഹമാണ്. അത് വലിയൊരു പാപമാണ്. കൺമോഹം, ജഡമോഹം എന്നൊക്കെ പറയാം. ആ ചെറുപ്പകാലത്തിൽ ദൈവം നല്ല കർക്കശമായ ശിക്ഷ തരുന്ന അപ്പനെയും അമ്മയും തന്നതുകൊണ്ട് അപ്പന്റെ മാതാപിതാക്കളെ ഭയന്ന് പല പാപങ്ങളും പോകാതിരിക്കാൻ ദൈവം ഞങ്ങൾ അനുവദിച്ചു. അങ്ങനെ നല്ലൊരു സ്ട്രിക്ട് പാരന്റിങ് എനിക്ക് തന്നു. ഇന്നത്തെ പാരന്റ്സ് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ഇതേപോലെ എനിക്കൊരു കുഞ്ഞു മകനുണ്ട്. ഒരു വർഷവും 1 മാസമായതുള്ളൂ. അവനെ ഞാൻ എങ്ങനെ ദൈവം എനിക്കൊരു ഗുഡ് പാരന്റ് ആകാം എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നെറ്റിലൊക്കെ നോക്കും. വലിയ സോഫ്റ്റ് പാരന്റിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ അടിക്കാതെ സ്നേഹത്തിൽ എങ്ങനെ അവരെ ഉപദേശിച്ച് വളർത്താമെന്ന്. എനിക്കറിയില്ല എത്രത്തോളം ഈ കാലഘട്ടത്തിൽ അത് ഓക്കെ ആണെന്ന്. ഗവൺമെന്റ് നമുക്ക് തരുന്ന നിർദ്ദേശം അങ്ങനെയാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വളരെ കർക്കശമായി അടിച്ച് വളർത്തുന്ന ഒരു പാരന്റ്സിനെ ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം ഞാൻ എൻ്റെ യൗവന കാലഘട്ടം പള്ളി വീട് വേറെ ഒരിടത്തും കളിയെ കൊണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട്, ക്രിക്കറ്റ് കളി മാത്രമേ ഉള്ളൂ. അതിന് ഒളിച്ചു കളി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളികളൊക്കെ ഞങ്ങൾ വെക്കേഷന് കളിക്കും. അതല്ലാതെ വേറെ ഒരിടത്തും ദൂരത്തോട്ട് പോകാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. വീട്ടിന് കോമ്പൗണ്ടിൽ തന്നെ കുറെ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്റ്റിലുണ്ട് അവരുമായിട്ടൊക്കെ നല്ല കളിച്ച് അങ്ങനെയൊക്കെ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു പോയി. +1 +2 കഴിഞ്ഞു പോയി. ഡിഗ്രി ആയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. സുവിശേഷ വേലയ്ക്കുള്ള എൻ്റെ കോളിങ്ങിനെ പറ്റി ദൈവം എന്നെ മോൾഡ് ചെയ്യാൻ വേണ്ടി, എന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഡിഗ്രി കഴിഞ്ഞ കാലഘട്ടത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഷോക്ക്. കാരണം അന്നേ വരെ എനിക്ക് ഞാൻ ബി എ പഠിച്ചത് BA ഇംഗ്ലീഷ് ആയിരുന്നു. തമിഴ്നാട്ടിൽ പഠിച്ച കന്യാകുമാരിയിൽ നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്ന മിഷണറീസിന്റെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ആദ്യത്തെ സെമസ്റ്റർ എന്നും പോയി വരും. ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര, രാവിലെ വൈകുന്നേരം 2 മണിക്കൂർ യാത്ര പോയി വരുവാൻ വേണ്ടി. ഈ യാത്ര കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. പിന്നെ വീട്ടിൽ വന്നിടന്ന് ഉറങ്ങുക. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഏർലി മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. 9-10 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങി കുറേ കാര്യമൊക്കെ ചെയ്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ട്രെയിനായിരിക്കും, ചിലപ്പോൾ ബസ്സായിരിക്കും. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ക്ലാസ്സിലും പോയിരുന്ന് ഉറക്കം, വീട്ടിലും വന്നിരുന്ന് ഉറക്കം, യാത്ര ക്ഷീണം കാരണം. അങ്ങനെ ഞാൻ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോൾ നാഗർകോവിലിൽ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. എൻ്റെ കൂടെ ദൈവം തന്നത്, നോക്കണേ, ദൈവം പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ കാവലണച്ചത് എൻ്റെ റൂംമേറ്റ്സ്. കാരണം അവിടെ ഫ്രീ ആയിട്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു ഹോസ്റ്റലുണ്ട്. അതിനകത്ത് മദ്യപാനവും വെള്ളോടിയും അതുപോലെ മറ്റുള്ള എല്ലാ പാവ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ അങ്ങോട്ട് ചിന്തിക്കാനേ അനുവദിച്ചില്ല. അതിന് മുൻപ് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു 2 സഹോദരന്മാരെ എനിക്ക് കിട്ടി. അവർ ക്യാമ്പസ് ക്രൂസൈഡ് എന്ന് പറഞ്ഞ ഒരു മിഷൻ ഓർഗനൈസേഷനിലെ 2 മിഷണറീസാണ്. 2 പേരും അൺമാരിഡ് ആയിരുന്നു, ബാച്ചിലേഴ്സ് ആയിരുന്നു. അവരുടെ കൂടെ റൂം ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് അനുവാദം തന്നു. അവരായി ആക്ച്വലി എന്നെ വളർത്തിയത്. എൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ യൂത്ത്സ്. അവർ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ വിവാഹമെല്ലാം കഴിഞ്ഞു, കുടുംബമായിട്ടൊരു സുഖമായിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഒരാൾ, മുംബൈ ഒരാൾ, തിരുപ്പൂർ. അപ്പോൾ
അവരിലൂടെ ഒരാൾ കോയമ്പത്തൂർ തിരുപ്പൂർ രണ്ടുപേരിലൂടെ എല്ലാ വീക്കെൻഡ്സ് ആകുമ്പോൾ അവർക്ക് ക്യാമ്പസ് ക്രൂസൈഡിന്റെ എല്ലാ വീക്കെൻഡ്സിലൊക്കെ മീറ്റിങ്ങുകളുണ്ട്. മീറ്റിങ്ങുകൾ എന്നെ കൊണ്ടുപോകും. എനിക്ക് അപ്പോഴേ അവരുടെ കൂടെ പോയി വീട്ടിൽ കുക്ക് ചെയ്യേണ്ട, അവരുടെ വസ്ത്രം ഞാൻ ധരിക്കുന്ന, അവരുടെ ഷൂ ആയിടുന്ന അവരെ പോലെ ഞാൻ ഇങ്ങനെ ചെത്തി നടക്കും. കാരണം എനിക്ക് വസ്ത്രം, ഞാൻ വളരെ ഒരു മീഡിയം ഫാമിലി, ഇപ്പോൾ പാവപ്പെട്ട കുടുംബത്തിനകത്താണ് ഞങ്ങൾ 4 മക്കളൊക്കെ കുടുംബമായിട്ടൊക്കെ ഞങ്ങൾ ആയിരുന്നത്. അപ്പോൾ പുറത്തോട്ടിറങ്ങി ഇവരുടെ വസ്ത്രമുണ്ട്, നല്ല ആഹാരമുണ്ട്, അവരുടെ കൂടെ നടന്നാൽ മതി, പുറത്തുനിന്ന് ഫുഡ്, ചായ, ഇതൊക്കെ ആ സമയത്ത് എനിക്ക് വലിയ കാര്യമായിരുന്നു. പുറത്തുനിന്ന് ചായ, കടയിൽ പോയി ചായ കുടിക്കുക വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ ദൈവം അവരിലൂടെ എന്നെ സുവിശേഷം കേൾപ്പിക്കാൻ തുടങ്ങി. അവരുടെ കൂടെ തന്നെ വചനം വായിക്കണം, പാട്ടുകൾ പാടണം, അവരുടെ കൂടെ പോകണം, ഫീൽഡ് വിസിറ്റുകളുണ്ട്, അതുപോലെ ഓരോ കൂട്ടുകാരായിട്ടൊക്കെ സംസാരിക്കണം. അങ്ങനെയൊക്കെ ദൈവം എനിക്ക് കോൺടാക്റ്റുകൾ തന്നു. എന്നെ ദൈവം തമിഴ് പഠിപ്പിച്ചു. ആ 3 വർഷം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇതിനിടയിൽ ദൈവം കുറെ പുതിയ പുതിയ ബന്ധങ്ങൾ തന്നു, മൈക്ക് കയ്യിൽ തന്നു, സ്റ്റേജിൽ കയറാൻ പഠിപ്പിച്ചു, ഡാൻസ് കളിക്കാൻ പഠിപ്പിച്ചു, എന്റെ സ്റ്റേജ് ഫിയർ പോയി, നല്ല നല്ല കൂട്ടുകാരെ തന്നു, നല്ല നല്ല ഫെലോഷിപ്പുകൾ തന്നു, നല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഒറ്റയ്ക്കാക്കി, എന്നെ കരയിപ്പിച്ചു, ചിന്തിപ്പിച്ചു. ദൈവം എന്നെ ഇങ്ങനെ ബിൽഡ്, ഞാൻ അറിയാതെ, ഇത് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, സാഹചര്യങ്ങൾ ദൈവം എനിക്ക് അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സാഹചര്യങ്ങൾ ദൈവം വഴി വിട്ടു. അങ്ങനെ ഞാൻ അറിയാതെ ദൈവവുമായിട്ടൊരു ബന്ധം എൻ്റെ ജീവിതത്തിലുണ്ട്, വ്യക്തിപരമായ ഒരു ബന്ധം. അങ്ങനെ ഞാൻ ഡിഗ്രി എന്ന് പറയുന്ന 6 സെമസ്റ്റർ, 3 വർഷത്തിൽ 6 സെമസ്റ്റർ ഉണ്ട്. 5ാമത്തെ സെമസ്റ്റർ ആയപ്പോൾ എനിക്ക് എല്ലാ പേപ്പറും ക്ലിയർ ആയി. ഞാൻ നേരെ എൻട്രൻസ് എക്സാം എഴുതി. 6ാമത്തെ സെമസ്റ്റർ എക്സാം എഴുതി, പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ 5ാമത്തെ സെമസ്റ്റർ പേപ്പറൊക്കെ ക്ലിയർ ആയതുകൊണ്ട് ഞാൻ MAക്ക് ഒരു CUCETയുടെ ഒരു എക്സാം എഴുതി, എൻട്രൻസ് എക്സാം, ഓൾ ഇന്ത്യ എക്സാം ആണ്. ഏകദേശം 10,000, കുറഞ്ഞത് 10,000 പേരെങ്കിലും ആ എക്സാം എഴുതി. അതിൽ നിന്ന് വെറും 7 പേരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. 10,000-ൽ നിന്ന് വെറും 7 പേരെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. ആ 7 പേരിൽ ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദിലുള്ള UOH എന്ന് പറയും, അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഏകദേശം ഒരാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ 6ാമത്തെ സെമസ്റ്റർ റിസൾട്ട് വരുന്നത്. ഞാൻ 2 പേപ്പറിന് ഞാൻ പൊട്ടി. ഒന്ന് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പിന്നെ ഇംഗ്ലീഷ് സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പർ, രണ്ടും പൊട്ടി. അതിൽ 2 പേപ്പർ ഞാൻ ഉടനെ, സ്പീഡ് എക്സാം ഞാൻ ഉടനെ എഴുതി. ഒരു പേപ്പർ കിട്ടി. അതിനുശേഷം ഞാൻ പിന്നെയും തോറ്റ പേപ്പർ അടുത്ത് സ്പെഷ്യൽ ഇന്റേണൽ, സ്പെഷ്യൽ എക്സ്റ്റേണൽ, സ്പീഡ് എക്സാം, കറണ്ട് എക്സാം, അങ്ങനെ കുറെ എക്സാമുകൾ അങ്ങനെ എഴുതി. ആ സെമസ്റ്റർ എഴുതി, അടുത്ത സെമസ്റ്റർ എഴുതി. ഒരു എക്സാം എഴുതി തോറ്റു, 2ാമത്തെ പ്രാവശ്യം തോറ്റു, 3ാമത്തെ പ്രാവശ്യം തോറ്റു. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 തോറ്റുപോയി. ഒരു പേപ്പർ എഴുതാൻ വേണ്ടി ഞാൻ 17 പ്രാവശ്യം എഴുതി. 17 പ്രാവശ്യം നടന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു. ഇത് 2 വർഷത്തിനകത്ത് ഒരു പേപ്പർ 17 പ്രാവശ്യം എഴുതുന്നത്. ഞാൻ എഴുതി 17 പ്രാവശ്യം ഒരു പേപ്പർ എഴുതുന്നത് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ഞാൻ തോക്കുന്നൊക്കെ 1/2 മാർക്ക്, 1 മാർക്ക്, 1.5 മാർക്ക്, ഇത്ര, എപ്പോഴും 1/2 മാർക്ക്, അല്ലെങ്കിൽ 1 മാർക്ക്, അല്ലെങ്കിൽ 1.5 മാർക്ക്. ഞാൻ BA പഠിക്കുമ്പോൾ ഞാൻ കോളേജിലെ ബെസ്റ്റ് പെർഫോമർ അവാർഡിന് കിട്ടിയത്, ബെസ്റ്റ് പെർഫോമർ, കലാപ്രതിഭ, അതെ, കലാപ്രതിഭ, കലാതിലകോ എനിക്കറിയില്ല, കലാപ്രതിഭ ആയിട്ട് എനിക്ക് കിട്ടിയത്. അതിൽ നിന്ന് എനിക്ക് ഗ്രേസ് മാർക്ക് കിട്ടേണ്ടതാണ്. ആ ഗ്രേസ് മാർക്ക് കിട്ടിയാൽ ഞാൻ ജയിക്കും. എന്നാൽ എനിക്ക് ഗ്രേസ് മാർക്ക് ഉള്ളപ്പോൾ തന്നെ അതെനിക്ക് കിട്ടാത്തൊരു സാഹചര്യം വന്നു. എനിക്കറിയില്ല എന്തൊക്കെ കാരണമാണെന്ന്. കാരണങ്ങൾ എന്തായിരുന്നാലും കാരണക്കാരൻ ദൈവമാണെന്ന് മനസ്സിലായി. കാരണം എന്നെ തോൽപ്പിച്ചിട്ടിരിക്കുന്നത്, ജീവിതത്തിൽ തോൽവി പഠിപ്പിച്ചത് എൻ്റെ യേശു കർത്താവാണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഞാൻ അതിനുശേഷം ഡിഗ്രി ഒരു വർഷം ഞാൻ 2 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പേപ്പറിൽ എഴുതുമ്പോൾ 1 വർഷം ഞാൻ ഫുൾ പെയിന്റിംഗ് പണി, അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ, റൂഫിംഗ്, സിമെന്റ് വർക്ക്, അങ്ങനെയൊക്കെ കുറെ വെയിറ്റ് എടുക്കാനൊക്കെ ഇങ്ങനെയൊക്കെ കുറെ പണികൾക്കൊക്കെ പോയി. 2ാമത്തെ വർഷം സ്റ്റാർട്ടിങ് സമയത്ത് എൻ്റെ ചേച്ചി, അവള് BEd പഠിക്കുന്ന സമയമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ 5 മണിയായപ്പോൾ അവൾ കട്ടിൽ നിന്ന് വന്ന് വീണ് ഇടതുവശം മുഴുവൻ പാരലൈസ് ആയിപ്പോയി. അവൾ അന്യഭാഷ പറയുന്ന, പ്രവചിക്കുന്ന, അതുപോലെ തന്നെ ദർശനങ്ങൾ കാണുന്ന, അതുപോലെ തന്നെ പല വിഷയങ്ങൾ ദൈവം അവളിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ചിന്ത, ദൈവം ഇത്രത്തോളം അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന, ഇത്രത്തോളം പ്രാർത്ഥിക്കുന്ന ഒരു പെങ്കൊച്ച് എന്തുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ. ഞാനും ദൈവമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ഡിസ്റ്റൻസ്, ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി. ആ സമയത്ത് ദൈവമായിട്ട് വീണ്ടും ദൈവം നിറയെ ആൾക്കാരെ വീട്ടിലേക്ക് അയച്ചു. വളരെ നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 9 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു, ICUലായിരുന്നു. ചികിത്സകളൊന്നും ശരിയാവുന്നില്ല. നേരെ തിരികെ കൊണ്ടുവന്ന് ദേവദാസന്മാരുടെ ഒരു വലിയൊരു ഒഴുക്ക്, ഉറങ്ങാൻ ഇരിക്കാൻ സമയമില്ല. ഇപ്പോൾ ദേവദാസന്മാർ നിറയെ വരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബം
പല ലവ് ആർമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ബ്രദർ വിൽസൺ ഈയിടെ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം എന്നെ സ്ഥാനപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിൽ കൂടെ പല ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. സഹോദരി സഹോദരന്മാർ സമയമില്ല, രാപ്പകൽ വ്യത്യാസമില്ലാതെ വന്നു. ഉറങ്ങാൻ സമയമില്ല, ഇരിക്കാൻ സമയമില്ല, ആഹാരം കഴിക്കാൻ സമയമില്ല, അന്യഭാഷകൾ കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും ചേച്ചിയുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവദാസൻ വന്ന് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഒരു വലിയൊരു അത്ഭുതമൊക്കെ സംഭവിച്ചു. ഞാൻ അത് വിവരിക്കാൻ സമയമില്ല. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ദൈവം നടക്കില്ല എന്ന് പറഞ്ഞ ചേച്ചിയുടെ വിവാഹം ആ വർഷം നടന്നു. നടക്കേയില്ല, ഇവള് നടക്കില്ല. ചേച്ചിക്ക് ഇടത് കൈ പൊക്കാൻ പറ്റില്ല, ഇടത് കാല് പൊക്കാൻ പറ്റില്ല, ഇടത് കണ്ണടയ്ക്കാൻ പറ്റില്ല, ഇടത് സൈഡ് മുഴുവനും ഇങ്ങനെ ഒരുമാതിരി മീൻസ് എന്താ പറയാ, അത് ഹാങ്ങിങ് പോലെ ആയിപ്പോയി. കണ്ണടയ്ക്കണമെങ്കിൽ കണ്ണ് വെച്ച് കൈ വെച്ച് പൊത്തി വെക്കണം, വാ അടയ്ക്കണമെങ്കിൽ വാ വെച്ച് പിടിച്ചു വെക്കണം. അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ആയിരുന്ന സമയത്ത് ദൈവം മെഡിക്കൽ സയൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ദൈവം വലിയ അത്ഭുതം ചെയ്തു. അത് വലിയൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം പറയാൻ തന്നെ ഒരു വലിയൊരു ഒരു ദിവസം ഒരു പക്ഷേ വേണ്ടി വരുന്നത്. ചേച്ചി പറയുന്നതായിരിക്കും നല്ലത് ഞാൻ പറയുന്നതിനെക്കാട്ടിൽ, കാരണം അവളുടെ അനുഭവസ്ഥയാണല്ലോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു. കർത്താവെ, അവരുടെ വിവാഹം കഴിഞ്ഞ് ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ഏതായാലും എനിക്ക് പേപ്പർ എഴുതണം, നാട്ടിൽ കിടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. കാരണം ദൈവമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വന്നു. ദൈവമായിട്ട് ഞാൻ തീരുമാനമെടുത്തു. കർത്താവെ, ഞങ്ങളുടെ വേല ഞാൻ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. എനിക്കറിയില്ല എന്ത് വേല ചെയ്യേണ്ട, കാരണം സുവിശേഷ വേല ചെയ്യാൻ പേടിക്കുക. അപ്പോൾ എപ്പോഴും അപകടം, എപ്പോഴും ബോംബേറ്, ക്രിസ്ത്യാനികളെ വധിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, സഭകൾ ചുട്ടിരിക്കുന്നു. അവർ ദൈവം ഞാൻ വേല ചെയ്ത് കിട്ടുന്ന പണത്തിൽ ഞാൻ സുവിശേഷ വേല താങ്ങാം എന്നൊരു, അല്ലെങ്കിൽ മിഷണറിമാർക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കാം എന്നൊരു തീരുമാനത്തിൽ ഞാൻ ഇങ്ങനെ അപ്പോഴിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ബുദ്ധിക്ക് ദൈവത്തെ സഹായിക്കാൻ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഞാൻ പരിശ്രമിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ സഹായിക്കാൻ പോകാറുണ്ട്. നമ്മുടെ പൊട്ട ബുദ്ധിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന് വേറെ ആളുടെ സഹായം ഒരിക്കലും ആവശ്യമില്ല. ദൈവമേ ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ദൈവം അങ്ങയുടെ വേല ചെയ്യാൻ ഞാൻ അങ്ങനെ സഹായിക്കുന്നത്. എന്ത് പൊട്ടത്തരമായിരുന്നൊരു ബുദ്ധിയായിരുന്നു എൻ്റെ. എനിക്ക് ഇപ്പോഴതൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ ജാർഖണ്ഡിൽ, എനിക്ക് 21 വയസ്സിൽ ഞാൻ ജാർഖണ്ഡിൽ ഞാനൊരു നോനിഹാട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഞാൻ പോയി. ദുംക ഡിസ്ട്രിക്റ്റിൽ. അവിടെ നിന്ന് 300 കിലോമീറ്ററേ ഉള്ളൂ മഹേന്ദ്ര സിംഗ് ധോണിയുടെ റാഞ്ചി 300 കിലോമീറ്ററേ ഉള്ളൂ. അതിനകത്ത് പോയത് കറണ്ടില്ല, വെള്ളമില്ല, നെറ്റ്വർക്ക് ഇല്ല. അങ്ങനെ ദൈവം എന്നെ അവിടെ ഒരു 7-7.5 മാസത്തോളം എന്നോട് നിർത്തി. ദൈവമായിട്ട് എല്ലാ ദിവസവും രാത്രി കറക്റ്റ് 3 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും, 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഞാനായിട്ട് എഴുന്നേൽക്കുന്നില്ല. കറക്റ്റ് 3 മണിയാകുമ്പോൾ എൻ്റെ ഉറക്കം എന്നെ വിട്ടുപോകും. ഉച്ചയ്ക്ക് നമ്മൾ എത്ര ക്ലിയർ ആയിരിക്കും അത്ര ക്ലിയർ ആയിട്ട് രാത്രി 3 മണിക്ക് എൻ്റെ ബോധം വരും. പിന്നെ പ്രാർത്ഥിക്കും. ദൈവം വിഷയങ്ങൾ തന്നു തുടങ്ങി, ദൈവമായിട്ട് ബന്ധമുണ്ടായി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവമായിട്ട് ഞാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമേ എനിക്ക് വിദ്യാഭ്യാസം തരണം, എന്നെ കൊണ്ട് എത്ര പഠിക്കാൻ പറ്റത്തില്ല ഞാൻ പഠിക്കും, ഞാൻ അവിടെ വേലയ്ക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല എവിടെ പോകണം, എന്ത് ചെയ്യണം. അങ്ങനെ ഞാൻ എൻട്രൻസ് 17ാമത്തെ പ്രാവശ്യം പൊട്ടിയ പേപ്പർ പിന്നെ ഞാൻ പോയി എഴുതി. അന്ന് ഞാൻ 18ാമത്തെ പ്രാവശ്യം പോയി എഴുതുന്നത്, ദൈവമേ ഞാൻ ഇപ്രാവശ്യം ഞാൻ പഠിക്കൂല, പക്ഷെ ഞാൻ എന്തായാലും ഞാൻ ഈ 17 എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചതിന്റെ തലയ്ക്കകത്ത് ആൾറെഡി ഉണ്ടല്ലോ, ആ അനുഭവത്തിൽ പോയി എഴുതും. പക്ഷെ ഇപ്രാവശ്യം അങ്ങൻ്റെ കൂടെ വരണം, ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജയിപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു പേരിൽ ലീവ് എടുത്ത് നാട്ടിൽ പോയി വീട്ടിൽ നിന്നിട്ട് കുറച്ചൊന്നും തിരികെ വരാമല്ലോ എന്നൊരു പദ്ധതിയിലാണ് പോകുന്നത്. അങ്ങനെ നാട്ടിൽ വന്നു, പേപ്പറൊക്കെ എക്സാമൊക്കെ എഴുതി. എനിക്ക് ഒരു ഹോപ്പും അത് ജയിക്കുമെന്ന്. എന്നുള്ള ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ബുദ്ധിയെ മാറ്റി വെച്ച് ദൈവത്തിന് 1ാം സ്ഥാനം നൽകി ഞാൻ എക്സാം എഴുതിയപ്പോൾ ഞാൻ ജയിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ജയിച്ചു. അതിനുശേഷം ഞാൻ എൻട്രൻസ് പിന്നെ എഴുതി, വേറൊരു എൻട്രൻസ് എക്സാം. അത് എഴുതുന്നത് ഷില്ലോങ്ങിൽ, അതും CUCT എക്സാം ആണ്. IFLU, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എഴുതുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ MA. അങ്ങനെ എനിക്ക് ദൈവം എന്നെ MA പഠിപ്പിച്ചു. മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഞാൻ MA പഠിക്കുന്നത്. അവിടെ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സ്കോളർഷിപ്പോട് കൂടെ ദൈവം എനിക്ക് 2 വർഷം നടത്തി. എൻ്റെ 1ാമത്തെ വർഷം മുഴുവനും കോളേജിൽ തന്നെയായിരുന്നു. ഡെയിലി വേറെ ഒരു പരിപാടികളും ഇല്ല, ജസ്റ്റ് പഠിക്കുക, കോളേജ് ക്ലാസ്സിന് പോവുക, വീട്ടിൽ റൂമിൽ വരിക. അങ്ങനെ 2ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിൽ 2nd ഇയർ ലീവിന് വന്നപ്പോൾ ബ്രദർ RSV, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കണം, ഒരു നല്ലൊരു പാട്ടുകാരന്, അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, ഇവിടെ ഞങ്ങൾക്കൊരു പയ്യനുണ്ട്, അവനെ പഠിക്കുന്നത് ഷില്ലോങ്ങില്ല, മേഘാലയയില്ല. അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് അസ്സാമിൽ ഒരു മിഷൻ ഫീൽഡ് ഉണ്ട്, വേണമെങ്കിൽ അവന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാരണം എനിക്ക് ഗുവാഹട്ടിയിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ പോയ 200 ഗുവാഹട്ടിയിൽ നിന്ന് 300 കിലോമീറ്റർ പോയാൽ ഷില്ലോങ്ങിലെത്താം. അതുപോലെ തന്നെ വേറൊരു റൂട്ടിൽ 300 കിലോമീറ്റർ പോയാൽ അസാമിലെത്താം. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. എന്തായാലും ജസ്റ്റ് പുതിയ ആൾക്കാർ, പുതിയ ആഹാരം, പുതിയ സ്ഥലം, പുതിയ ക്ലൈമറ്റ് എല്ലാം കൊണ്ടും എനിക്ക് കറങ്ങാനുള്ള ആഗ്രഹമുണ്ട്. ഇന്ത്യയൊക്കെ കറങ്ങി കാണുക, സ്ഥലങ്ങൾ കാണുക, ആ ക്രേസ് ഇപ്പോഴും ഉണ്ട്. യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അധികം യാത്ര ചെയ്യും. അപ്പോൾ അങ്ങനെ സ്ഥലം കാണുക എന്നൊരു ലക്ഷ്യത്തോടു കൂടെ ഞാൻ
ദരങ്ക, അസാമിലെ ദരങ്ക എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ ഞാൻ പോയി. അവിടെ നമ്മുടെ ഒരു അസാമിൽ നിന്നുള്ള, സോറി, എറണാകുളത്ത് നിന്നുള്ള ഒരു എൽദോസ് എന്ന് പറയുന്ന പാസ്റ്റർ, ഞാൻ പോകുന്നതിന് ഒരു മാസം മുൻപാണ് അവർ വീട് എല്ലാം വിട്ടിട്ട് അവര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവിടെ വരുന്നത്. അവിടെ പോയി ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് സ്ഥലം കാണുക, വിസിറ്റിംഗ് എന്നൊരു രീതിയിലാണ് പോകുന്നത്. എന്നാൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ എന്താ പറയുക, പറയാൻ സമയമില്ല. ഞാൻ ജസ്റ്റ് സ്ഥലം കാണാൻ പോയി. എൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു, ക്ലിൻ്റൺ, നിന്നെ ഞാൻ സുവിശേഷയ്ക്ക് വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു, നീ ഇവിടെ നിന്ന് ഒന്ന് പഠിക്കുക. അതിനുശേഷം ഞാൻ അവിടെ ഒരാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കോളേജിൽ പോയി. അതിനുശേഷം RSUകൾ ചോദിച്ചു, ക്ലിൻ്റൺ, നിനക്ക് എല്ലാ ആഴ്ചയും വരാമോ? ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട്. കാരണം അവിടുത്തെ ഒരു കുഞ്ഞിനെ നോക്കാൻ ഒരു 3 പേരെങ്കിലും വേണം. അതേ സമയത്ത് ആ സാഹചര്യത്തിൽ ഞാനവിടെ പോയപ്പോൾ 10-200 പിള്ളേർ എൻ്റെ അണ്ടറിൽ, എൻ്റെ കമാൻഡിങ് അല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി, ഞാൻ പറയുന്നത് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ദൈവം തന്നു. എനിക്ക് ഹിന്ദി അറിയില്ല. ആകെ അറിയുന്നത് ഹിന്ദി നെഹിമാലും, അല്ലെങ്കിൽ ഇതറ, വഹാംബൈ, ചുബ്ര, ഇങ്ങനെ കുറച്ച് വളരെ ബേസിക് വേർഡ്സ് മാത്രമേ എനിക്ക് അറിയാവുന്നുള്ളൂ. എനിക്കറിയില്ല, ഞാൻ ഇത്ര 200-300 കുഞ്ഞുങ്ങളെ ഞാൻ ഒരു ദിവസം ഒരു ആക്ഷൻ സോങ് പഠിപ്പിച്ചു. ഏത് ഭാഷ ഉപയോഗിച്ചെന്നറിയില്ല, എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയെന്നറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ദൈവം ഭാഷയ്ക്ക് അതീതമായ, സംസ്കാരത്തിന് അതീതമായ ദൈവമാണ്. നമുക്ക് മനുഷ്യൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭാഷയിൽ കൂടെയാണെങ്കിൽ, അന്ന് ദൈവം, എനിക്ക് ഭാഷയില്ലായിരുന്നു, പക്ഷെ ഞാൻ എന്താണ് പറയുന്നതെന്ന് ആ 300 കുഞ്ഞുങ്ങൾ ചെയ്തു. അതൊരു വലിയൊരു സക്സസ്ഫുൾ ആയിരുന്നു. അതിനുശേഷം RSU പറഞ്ഞു, ഞാൻ അങ്കിളെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, അങ്കിളോട് പറഞ്ഞു, അങ്കിള് പറഞ്ഞു, ക്ലിൻ്റൺ, നിനക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ വന്നു പോകണം എല്ലാ ആഴ്ചയും, എന്നാൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്നിൽ പൈസയൊന്നുമില്ല, അവിടെ നിന്ന് പോയി വരാൻ നല്ല സമയം എടുക്കും, ഏകദേശം ഒരു 600 കിലോമീറ്റർ യാത്ര ചെയ്യണം. വെള്ളിയാഴ്ച ക്ലാസ് കഴിയും എന്നുണ്ടെങ്കിൽ എനിക്ക് ശനിയാഴ്ച രാവിലെ എനിക്ക് ഫീൽഡിൽ വരണം. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് 3:15 ക്ലാസ് കഴിയും. 3:45 ഞാൻ എല്ലാ വർക്കുകളും റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഒരു ടാക്സി, അത് കഴിഞ്ഞ് വേറൊരു ടാക്സി, അത് കഴിഞ്ഞ് വേറൊരു ടാക്സി, പിന്നെ ട്രെയിൻ. എന്നിട്ട് ശനിയാഴ്ച രാവിലെ ഒരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും, അവിടെ കിടന്നുറങ്ങി. പിന്നെ അടുത്ത ദിവസം രാവിലെ ട്രക്കോ ബസ്സോ ഓട്ടോയോ പിടിച്ച് മിഷൻ ഫീൽഡിലെത്തും. ഏകദേശം 600 കിലോമീറ്റർ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യും. അതിനുശേഷം നേരെ ശനിയാഴ്ച രാവിലെ മിഷൻ ഫീൽഡിലെത്തും. മിഷൻ എന്ന് രാത്രി മെഡിക്കൽ ക്യാമ്പുകൾ കാണും, ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ കാണും, ചർച്ച് മീറ്റിങ്ങുകളും കാണും. ഞായറാഴ്ച ആകുമ്പോൾ സൺഡേ സർവീസ്, സൺഡേ സ്കൂള്. അത് കഴിഞ്ഞ് ഞായറാഴ്ച 6 മണി 5:30 ഒക്കെ കഴിയുമ്പോൾ അവിടുത്തെ ആദിവാസി പിള്ളേരൊക്കെ ആയിട്ട് സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് ദൈവം എന്നെ അവിടെ നിന്ന് നേരെ ക്ലാസ്സിൽ, മീൻസ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോകും. ഈ യൂണിവേഴ്സിറ്റി ഇത് മാവോയിസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലമാണ്. പോലീസും ആർമിയും ഇറങ്ങിയതിന് ശേഷം പോലും ഈ മാവോയിസ്റ്റുകളെ, ഈ ആർമിക്കാർക്ക് പോലും അവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള സ്ഥലത്തിനകത്താണ് കർത്താവ് ദേവനെ ഉപയോഗിച്ചത്. നേപ്പാൾ, ഭൂട്ടാൻ, ഞങ്ങൾക്ക് അവിടെ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ഭൂട്ടാൻ ഗേറ്റിലെത്താം. അവിടെ പോയി ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് പെട്രോൾ അടിക്കാൻ. ഇന്ത്യയിൽ നിന്ന് 20 രൂപ ലിറ്ററിന് കുറവാണ്, അത്രത്തോളം വ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മറ്റൊരു രാജ്യത്തിനടുത്തേക്ക് എന്നെ ഞങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം അങ്കിള് പറഞ്ഞു, ക്ലിൻ്റൺ, എന്തായാലും നീ ഇവിടെ വന്നേല്ലേ, നിന്റെ MA കംപ്ലീറ്റ് ആവാറായി, നാഗ്പൂരിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. അങ്കിളെ, എൻ്റെ പൈസ ഒന്നുമില്ല, എനിക്ക് അടുത്ത് പഠിക്കണം, അടുത്ത് നീ ജസ്റ്റ് വന്നാൽ മതി, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൽ കയറുക എന്നൊരൊറ്റ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫ്ലൈറ്റിൽ കയറുക, എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഗ്രഹങ്ങളൊക്കെ മറന്നു കളഞ്ഞതാണ്. അപ്പോൾ ഈ അങ്കിള് പറഞ്ഞു, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. ആ ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ നേരെ നാഗ്പൂർ വന്നു. നാഗ്പൂരിൽ വന്ന് ഒരാഴ്ച നിന്നു. അപ്പോൾ എനിക്ക് താല്പര്യമൊന്നുമില്ല, ഭയങ്കര റഷാണ്, ആഹാരം നല്ലതാവുന്നില്ല, ആൾക്കാർ ശരിയല്ല, ഭാഷ അലമ്പാണ്, ഭയങ്കര ബോർ ലൈഫാണ് ഇവിടെ. പക്ഷെ അന്ന് ഞാൻ തിരികെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം രാജ്നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു സ്ലം ഏരിയ, നിൽക്കാൻ പോലും പറ്റില്ല, കാല് വയ്ക്കാൻ പറ്റാത്തൊരു സ്ലം ഏരിയ, അവിടെ ഔട്ട്റീച്ച് ആയിട്ട് ഞങ്ങൾ പോയി. വഴിയിൽ നിന്നാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച്. അവിടെ പോയതിൻ്റെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദൈവം സംസാരിച്ചു, ഈ ജനങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ ഇനി പോകരുത്, നിന്നെ ഞാൻ ഇവിടെ വിളിച്ചിരിക്കുന്നത് നാഗ്പൂരിലേക്ക്. അന്ന് എൻ്റെ 23-ാമത്തെ വയസ്സിൽ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 8 വർഷമാവുകയാണ്. എൻ്റെ 21-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ബൈബിൾ കോളേജ് അനുഭവമില്ല, വചനത്തിൽ വലിയ ആഴം എനിക്കില്ല, ഒന്നേ ഉള്ളൂ ദൈവമായിട്ടുള്ള സ്നേഹം. പിന്നെ വേറെ ഒന്നറിയാം, കർത്താവ് സ്വർഗത്തിൽ പോകുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ലോകമെമ്പാടും പോയി സകല ജാതിയിലുള്ള സുവിശേഷം അറിയിക്കാൻ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും ദൈവവേല ചെയ്യുവാൻ വേണ്ടി
നമ്മൾ പല എന്താ പറയുക കുറേ അനുഭവങ്ങൾ വേണം. ദൈവം ബൈബിൾ കോളേജ് ദൈവം തന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. എന്നാൽ അതല്ല ദൈവത്തിന്റെ പാരാമീറ്റർ. ദൈവം നമ്മൾ അളക്കുന്നത് അറിവ് വെച്ചല്ല. ദൈവം ഒരിക്കലും പെർഫെക്റ്റായ ഒരു വ്യക്തിയെ വിളിച്ച് സുവിശേഷ വിലക്കാക്കില്ല. ദൈവം മണ്ടനെയും പേടിത്തൊണ്ടന്മാരെയൊക്കെ വിളിച്ചിട്ട് അവരെ ധീരന്മാരും അവരെ ക്വാളിഫൈ അവരെ പെർഫെക്റ്റ് ആക്കിയ ദൈവം ചെയ്യുന്നത്. ഈ ലോകത്തുള്ളവർ മനുഷ്യന്റെ ഡിഗ്രിയൊക്കെ വെച്ച് അവരെ കോളേജുകളിലൊക്കെ അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് അവർ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ദൈവം നികൃഷ്ടനും ഏതുമില്ലാത്തവനും കുലഹീനനും ബലഹീനനെയും പിടിച്ച് ദൈവം രാജസിംഹാസനങ്ങളിൽ അധികാരികളുടെ കൂടെ പിടിച്ചിരുത്തും. ഇതിലാരെങ്കിലുമൊക്കെ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാരണങ്ങൾ അന്വേഷിച്ച് സുവിശേഷ വേലയിൽ നിന്ന് മാറിപ്പോകാനല്ല, കാരണങ്ങൾ ഉണ്ടാക്കി കർത്താവിന്റെ വേലയിൽ വരുവാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ നാട്ടിൽ നിന്ന് കേൾക്കുന്ന പോലെ ഡേഞ്ചർ അല്ല നോർത്ത് ഇന്ത്യ. ഇതൊക്കെ മീഡിയയും ആൾക്കാരും റീച്ച് കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ സാത്താൻ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന കുറെ എക്സാജുറേറ്റഡ് തിങ്സ് ആണ് ഈ നോർത്ത് ഇന്ത്യ. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ താമസിക്കുന്നതിനെക്കാട്ടിലും പല മടങ്ങ് നമുക്ക് നോർത്തിൽ താമസിക്കാം. പ്രശ്നങ്ങളില്ല എന്നല്ല, എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവം കൂടെയുണ്ട് എന്നൊരു ഉറപ്പ്. ആഹാരം ഇല്ല എന്നല്ല, ആഹാരമുണ്ട്, നല്ല ആഹാരം. ഞങ്ങളുടെ കഴിക്കുന്ന ആഹാരം ഏറ്റവും നല്ലതാണ്. ഞാൻ പച്ചരി കഴിച്ച കിടന്ന ഇവിടെ എനിക്കറിയില്ലായിരുന്നു ഞാൻ കഴിക്കുന്ന പച്ചരിയാണെന്ന്. എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യ വന്നാൽ പറഞ്ഞത്, ചേട്ടായി നിങ്ങൾ ഇതെന്താ ഈ സാധനം? ഞാൻ പറഞ്ഞു, ഇവിടെ തരി, ഇത് എത്ര വർഷം കൊണ്ട് കഴിക്കും? ഞാനൊരു 5 വർഷമായി കഴിക്കുകയാണ്. ഇത് പച്ചരിയാണല്ലോ, ഇത് ഇത്രയും വർഷം പച്ചരിയാണോ കഴിച്ചത്? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അരിയെ പറ്റി ആഹാരത്തെ പറ്റി വലിയ പദ്ധതി ഒരു വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്താണിത്? പക്ഷെ ദൈവം എന്നെ നടത്തി. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്താ പറയാ പലപ്പോഴും കഷ്ടങ്ങളും ദുഃഖങ്ങളും വന്നിട്ടുണ്ടെങ്കിലും മിഷൻ ഫീൽഡിൽ വന്നതിന് ശേഷം കഷ്ടങ്ങളില്ല. എനിക്ക് സ്നോഫിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, സോറിയാസിസ് ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മിഷൻ ഫീൽഡിൽ ഞാൻ എന്ന് വന്നു ഒരു തീരുമാനത്തോടെ ഞാൻ വന്നു. അന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് വർഷങ്ങളിൽ നിന്ന് സോറിയാസിസ് മാറ്റി തന്നു, ഇസ്നോഫിലിയ മാറ്റി തന്നു, പല രോഗങ്ങൾ മാറ്റി തന്നു, പേടിയെ മാറ്റി തന്നു, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പേടി മാറ്റി തന്നു, ഇരുട്ടിനോട് പേടി മാറ്റി തന്നു, വാഹനം ഓടിക്കാൻ പഠിപ്പിച്ചു. പല കാര്യങ്ങളും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവിക പദ്ധതിയുടെ അകത്ത് വന്നപ്പോൾ ദൈവം എന്നെ ട്രെയിൻ ചെയ്യാനെടുത്തു. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിന് ഇനി ആൾക്കാർ ആവശ്യമുണ്ട്. കർത്താവിന് ഈ സമയത്ത് അധികം ആൾക്കാർ ആവശ്യമുണ്ട്. കാരണം ഈ സമയത്ത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ മരിക്കത്തക്ക രീതിയിൽ കിടക്കുമ്പോൾ അവസാനം പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി മക്കളും ചെറുമക്കളും പേരക്കുട്ടികളൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അവസാന വാക്ക് ഒരു എന്ത് വില കൊടുത്തും അത് കേൾക്കും. നമുക്കറിയാം, ഈ ജയിലിലൊക്കെ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ആൾക്കാരുടെ അവസാന വാക്ക് കേൾക്കുവാൻ വേണ്ടി ഒരുപക്ഷെ അവർ ആഹാരം വേണമെന്ന് പറയും, അമ്മയെ കാണണമെന്ന് പറയും. അത് ഗവൺമെന്റ് പോലും അവരുടെ അവസാന ആഗ്രഹം ചെയ്തു കൊടുക്കാറുണ്ട്, എന്ത് വില സഹിച്ചും. അതുപോലെ നമ്മുടെ പൊന്നേശു തമ്പുരാൻ പോകുന്നതിന് മുൻപ് പറഞ്ഞൊരു അവസാന ഒരു ആഗ്രഹമാണ്, നിങ്ങൾ ലോകമെമ്പാടും പോയി സകല ജാതികളിലും സുവിശേഷം അറിയിക്കണം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി ഇത്രത്തോളം മനുഷ്യന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിലെ യേശു അപ്പച്ചൻ നമ്മളോട് പറഞ്ഞ അവസാന ആഗ്രഹം അത് ഉറപ്പായി നാം പറഞ്ഞേ കഴിയും. ഞാൻ നിങ്ങളോട് പറയുവാൻ വേണ്ടി ഒരു വചനമൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്നു, എന്നാൽ അത് പറയാൻ കാര്യമില്ല, അതിനുള്ള സമയം ഇപ്പോൾ ഇല്ല. സമയം ആൾറെഡി 6 മിനിറ്റ് ഇപ്പം മുൻപിലാണ്. സോ ഐ എം റിയലി സോറി. എങ്കിലും ഞാൻ നന്ദിയുള്ളവരാണ് നിങ്ങളോട് കൂടെ നിങ്ങളെ വചനം കേൾക്കുന്നതിന് മുഖം. നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ ഭാര്യയും മകനും ഞങ്ങൾ ഈ കുഞ്ഞു വീട്ടിൽ ഇപ്പോൾ ഇവിടെയാണ്. ഞാൻ 2 ഫീൽഡുകളിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്ന് ഞാൻ ആദ്യം ഞാൻ ഹിന്ദി അറിയാതെ ഇവിടെ വന്നത്. ഞാൻ ഡ്രോയിങ് ടീച്ചറാണ്. ഇവിടെ ഇത് എല്ലാം ഡ്രോയിങ് എക്യുപ്മെന്റ്സ് ആണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഡ്രോയിങ് പഠിപ്പിച്ച് തുടങ്ങി. ഇപ്പോൾ എൻ്റെ കീഴിൽ 2 ഗ്രാമങ്ങളുണ്ട്. ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. സ്പോർട്സ് മിനിസ്ട്രി ഉണ്ട്, മാജിക് മിനിസ്ട്രി ഉണ്ട്, ആർട്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ, ഹൗസ് വിസിറ്റിങ്ങുകളുണ്ട്, കോട്ടേജ് മീറ്റിങ്ങുകളുണ്ട്, കുഞ്ഞു മറ്റ് മീറ്റിങ്ങുകളുണ്ട്, കൗൺസിലിങ്ങുകൾ ചെയ്യുന്നുണ്ട്. ഒന്നും അറിയാതെ, എനിക്ക് വചനം പ്രസംഗിക്കാനോ ഭാഷ പോലും അറിയാതെ ഞാൻ വന്നതാണ് ഇവിടെ. ജസ്റ്റ് ഡ്രോയിങ് ടീച്ചറായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരുപക്ഷെ ഒന്നും കാണില്ല, എന്നാൽ എന്താണോ ഉള്ളത് തയ്ക്കാൻ നിങ്ങൾക്ക് അറിയാവോ? അത് മതി. നമുക്കറിയാം, ഒരു സ്ഥലത്ത് വചനത്തിൽ പറയുന്ന ഒരു സ്ത്രീ മരിച്ചപ്പോൾ അവൾ തച്ച തുണികളെ വെച്ചുകൊണ്ട് കുറെ പേർ കാത്തു നിന്ന്. നിങ്ങൾക്ക് തയ്ക്കാൻ അറിയാമോ? അത് മതി. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമോ? അത് മതി. നിങ്ങൾക്ക് കുക്കിംഗ് അറിയാമോ? അത് മതി. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാമോ? അത് മതി. നിങ്ങൾക്ക് ഒന്ന് ചിരിക്കാൻ അറിയാമോ? അത് മതി. കർത്താവിന് അത് മതി. നിങ്ങൾക്ക് കൈകളുണ്ടോ? അത് മതി. സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷ വേല എന്ന് പറയുന്നത് വായിൽ കൂടെ പറയുകയല്ല,
ജീവിതത്തിൽ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഭാഷ അറിയുന്നില്ല നിങ്ങൾ വേണ്ട, ഒരു മുറിവ് കിട്ടാൻ അറിയാമോ, ഒരാളെ ആശ്വസിപ്പിക്കാൻ അറിയാമോ, ഒരാളുടെ തോളിൽ കയറാൻ അറിയാമോ, ഒന്നും ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ അറിയാമോ, അത് മതി. ആ സ്നേഹം മതി. കർത്താവ് ബാക്കി ചെയ്തുകൊള്ളും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി അത് അർപ്പിക്കുക. ലേറ്റ് ആക്കരുത്. കാരണം യേശുവിൻ സമയമായി. 1 വർഷം കഴിയട്ടെ, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ അതിനു മുൻപ് യേശു വന്നാൽ യേശുവിന്റെ ആഗ്രഹം നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നല്ല ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അതിനു മുൻപ് കിട്ടുന്ന അവസരത്തിൽ അതിന് നിങ്ങൾ ഇങ്ങനെ നോർത്ത് ഇന്ത്യ വരണമെന്നില്ല. നിങ്ങൾ എവിടെ ഇരിക്കുന്നു, സ്വന്തം വീടാണോ, അതാണ് നിങ്ങളുടെ നോർത്ത് ഇന്ത്യ, അതാണ് നിങ്ങളുടെ മിഷൻ ഫീൽഡ്. അവിടെ വേല ചെയ്യുക. അതിനു വേണ്ടി ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഞാൻ പറഞ്ഞു. ഞങ്ങളെ ദൈവം നടത്തുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇപ്പോഴും വിശ്വാസത്തിൽ വന്നിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. മൂത്ത ചേട്ടനും വൈഫും ഒന്നും സ്നാനപ്പെട്ടതല്ല. അവരുടെ അറിവിൽ കൊണ്ട് അവർ സുശേഷം ചെയ്യുന്നു. എങ്കിലും അവരുടെ മനസ്സിലായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ വൈഫിന്റെ പപ്പയോർത്ത് പ്രാർത്ഥിക്കുക. അവൾക്ക് അമ്മയില്ല, അവളുടെ അമ്മ മരിച്ചുപോയി. പപ്പയെ ഇപ്പോൾ ഒറ്റയ്ക്ക വീട്ടിൽ ഇപ്പം നിൽക്കുന്നത്. അവളെ ഒറ്റയ്ക്കുള്ള പപ്പയും വിട്ടിട്ട് കർത്താവിന് വേണ്ടി വന്നത്. എൻ്റെ പപ്പയെ ദൈവം നോക്കിക്കൊള്ളു, ഞാൻ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ എന്ന് പറഞ്ഞു വന്നതാ. അതുപോലെ തന്നെ ഇവിടെ തന്റെ ഗ്രാമത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവിക പദ്ധതികൾ എത്രയും വേഗം ഇവിടെ നടക്കണം. കാരണം നമ്മുടെ മുൻപിൽ സമയം വളരെ കുറവാണ്. ദൈവം അറിയുന്ന ഏറ്റവും അടുത്ത യേശുവിന്റെ സമയം, യേശുവിന്റെ വരവേറ്റവും അടുത്തായിരിക്കുന്നത്. അതിന് മുൻപ് എനിക്ക് കുറെ ഗ്രാമങ്ങൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ചെയ്യാൻ വേണ്ടി. എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ വന്ന് നിന്ന് എൻ്റെ കൂടെ ഒക്കെ വന്ന് എന്താ പറയുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തതിൽ കൊള്ളാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടുന്ന വണ്ടി ഓടണം, കുഞ്ഞിനെ നോക്കണം. നമുക്കറിയില്ല, 1 വയസ്സുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് പോകും. ഞങ്ങളെ ഈ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി 1 വയസ്സായ കുഞ്ഞിനെ മിഷൻ ഫീൽഡിൽ കൊണ്ടുപോകും. രാത്രി വരുന്ന ഭയങ്കര ലേറ്റ് ആയിരിക്കും. പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകൾ പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്തൊക്കെ ക്ലാസ് ഓൺ ചെയ്തിട്ട് ഇരുന്നാൽ അങ്ങ് ഉറങ്ങും. ചില സമയത്ത് മോൻ വന്ന് വിളിക്കുമ്പോൾ എണീക്കണം. അത്രത്തോളം ഭയങ്കര ടയർഡാ. ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വലിയ സൗകര്യങ്ങളൊന്നും കാണില്ല. വളരെ മിതമായ സാഹചര്യങ്ങളാണ് ഇതിനകത്ത്. ഒരു കുഞ്ഞു വീടായത്. ഇത് ഏകദേശം ഒരു പഴയ വീടാണ്. ഇവിടെ നിന്ന് വെള്ളം ഇടയ്ക്കൊക്കെ വീഴും. ഒരു കുഞ്ഞ് ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഈ റാക്ക് വാങ്ങിച്ച് മുകളിൽ വെച്ചിരിക്കും. ഒന്നും താഴെ വയ്ക്കാൻ പറ്റില്ല. ഒന്നത് കുഞ്ഞുണ്ടാവും, എല്ലാം പിടിച്ച് കുളവാക്കും. എല്ലാം നനഞ്ഞു പോകും. കുറെ സാഹചര്യങ്ങൾ, കുറെ സൗകര്യ കുറവുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഞങ്ങളെ ദൈവം വിനിയോഗിക്കുന്നുണ്ട്. ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ അധികം നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും നേരം എന്നെ കേട്ട ദൈവനാമത്തിന്റെ മഹത്വം കരയറ്റുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. കർത്താവൻ ദൈവം വേഗം വരുന്നു. കർത്താവൻ ദൈവത്തിന്റെ അവസാന ആഗ്രഹത്തെ, അത് ഗ്രേറ്റ് കമ്മീഷൻ, നമ്മളെപ്പോഴും എന്ത് പറയാ, അത് നമ്മൾ സഫലമാക്കുക. നമ്മൾ കാരണങ്ങൾ ഉണ്ടാക്കി വീട്ടിലിരിക്കരുത്. എൻ്റെ വീട്ടിൽ കോഴിയുണ്ട്, പശുവുണ്ട്, വീട്ടിൽ കുഞ്ഞു ആവേണ്ടെന്ന് പറഞ്ഞ് കാരണങ്ങൾ ഉണ്ടാക്കി കാരണങ്ങൾ ഉണ്ടാക്കി ദൈവത്തിലേക്ക് കൊണ്ട് ഇറങ്ങുക. നിങ്ങളെ ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥിക്കുക. ഞാനൊരു ചെറിയൊരു ജീവിതം തുടങ്ങിയതുള്ള സുവിശേഷമല്ല, വളരെ വലിയ ആഴങ്ങളിൽ വചനത്തിൽ നിന്ന് തുറന്നു പോലും ഞാൻ പറഞ്ഞില്ല. ഐ എം റിയലി സോറി. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ.